അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിലെ ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു കാര്യമാണ് പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാവിനെ പ്രതീക്ഷിക്കാത്തവൻ എത്ര ദൗർഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കായി വലിയ ഒരു സമ്മാനമാണ് പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതിലേക്കുള്ളൊരു സൂചനയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയിട്ടുള്ളത്. 21, 23, 25, 27, 29 രാവുകളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവാം. ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് കഠിനമായ പ്രയത്നം ഉണ്ടാവണമെന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാ അനുഗ്രഹത്തെ അത്ര വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകൾ ഒരുപാട് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്നാണ്. ലൈലത്തുൽ ഖദറിലാണ് യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിക്കപ്പെടുന്നത്. ഓരോ കാര്യവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്, നമ്മുടെ ഉപജീവനം എല്ലാം പുനർനിർണയിക്കപ്പെടുന്ന ദിനം കൂടിയാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തേക്കുള്ള സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ദിനത്തിന് സാക്ഷികളാകുവാൻ സാധിച്ചാൽ അവനേക്കാൾ വലിയ ഭാഗ്യവാൻ ആരാണ്? അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിലായി അതിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മഹാനായ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ. ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള ചില സൂചനകൾ എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് ആ സന്ദർഭത്തിൽ പറയേണ്ടത്? ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് എനിക്ക് ബോധ്യമായാൽ, കാരണം ചില അടയാളങ്ങളിലൂടെ അത് ബോധ്യമാകും. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന അന്തരീക്ഷമായിരിക്കും അന്നേ ദിവസം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. എനിക്ക് ആ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് മനസ്സിലായാൽ ഞാൻ എന്തു പറയണമെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നീ പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആയിഷ, നിനക്ക് ആ ദിവസം മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല പ്രവാചകൻ പറയുന്നത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ ഞാൻ എന്തു പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാനായി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആയുധമാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി ഒക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ആ വേദനകളും വ്യഥകളും വിഷമങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ കൈവിളിർത്തി പറയും.
അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കണമെന്ന വലിയ ആഗ്രഹം നമുക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ട എങ്ങനെ എന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്, ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട്, മഹത്തായ പേരുകൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് അള്ളാഹു നൽകും. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. പ്രവാചകൻ വെറുതെ പറയില്ല, കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവാചകൻ പറയുള്ളൂ. അപ്പൊ അത് 100% സത്യമാണ്. അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ സലാസി സുവരിൻ മിനൽ ഖുർആൻ. ഖുർആനിലെ 3 അധ്യായങ്ങളിൽ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ പറയുന്നുണ്ട്. ആ 3 അധ്യായങ്ങളിൽ മാത്രമല്ല, 3 അധ്യായങ്ങളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ മിക്കവാറും എല്ലാ സൂറത്തുകളിലും നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ 3 സ്ഥലത്തെ അള്ളാഹുവിന്റെ വിശിഷ്ടമായ പേരുകളെ എടുത്തു പറഞ്ഞു. അതൊന്ന് സൂറത്തുൽ ബഖറയിലാണ്, രണ്ടാമത്തെ സൂറത്ത് ആൽ ഇംറാനിലാണ്, മൂന്നാമത്തെ സൂറത്ത് ത്വാഹയിലാണ്. ഏതാണ് സൂറത്ത് അൽ ബഖറയിലെ വചനം? സൂറത്ത് അൽ ബഖറയിലെ വചനം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസിയിലെ വചനമാണ്. ആയത്തുൽ കുർസിക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. നമ്മുടെ സംരക്ഷണമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന് വലിയ കരുത്തു നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരു വചനം. ഒരിക്കൽ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. ഉബയ്യെ, അബൂ മുൻദിർ എന്നാ വിളിക്കുന്നത് പ്രവാചകൻ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും മഹത്തായ ഒരു വചനം നിനക്ക് പറയാൻ കഴിയോ? സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയും, അല്ലാഹു റസൂലുഹു അഅലം. അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ അറിയാം. അതൊരു വിനയത്തിന്റെയും ഒരു താഴ്മയുടെയും അടയാളമായിട്ടാണ് അവർ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. ഏറ്റവും മഹത്തായ വിശുദ്ധ ഖുർആനിലെ വചനം ഏതാണെന്ന് നിനക്കറിയോ? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി പാരായണം ചെയ്തു. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളറബ ഫീ സദ്രി, എന്റെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ലിയഹ്ലികൽ ഇൽമു യാ അബൽ മുൻദിർ. അബുൽ മുൻദിറെ, നീ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള കഴിവ് അല്ലാഹു താങ്കൾക്ക് നൽകട്ടെ, താങ്കളുടെ ഹൃദയത്തിന് നൽകട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അത്രത്തോളം മഹത്വമുള്ള വചനമാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയിലെ ഹയ്യ് ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു അവഗണിക്കുകയില്ല എന്ന്. ആയത്തുൽ കുർസിയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമഗുണ വിശേഷണങ്ങളിൽ 7 കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളൊക്കെ മനഃപ്പാടമാക്കിയ, നമ്മളൊക്കെ ഹൃദ്യസ്ഥമാക്കിയ വചനാണ് ആയത്തുൽ കുർസി. അതിൽ 7 കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ അസ്തിത്വമാണ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ വഹ്ദാനിയത്താണ്, ഏകത്വമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ
അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് അർഹനായിട്ട് ബാക്കിയുള്ളവരൊന്നും അർഹരല്ല. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അവൻ എന്താണ്? ഖയ്യൂമാണ്, ഹയ്യാണ്, ഖയ്യൂമാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അപ്പൊ എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന പരമകാരുണികനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറയുകയാണ് ഒരു സത്യവിശ്വാസി. അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. നമ്മുടെ ആരാധനകളെല്ലാം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ലിയർ ആവണം. നമ്മുടെ വിശ്വാസം പിഴച്ചു പോയിട്ട് നമ്മൾ നോമ്പ് നോറ്റിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഉംറ നിർവഹിച്ചിട്ടോ സ്വതക്ക നൽകിയിട്ടോ കാര്യമില്ല. നമ്മുടെ വിശ്വാസം ക്ലിയർ ആവണം. കാരണം ഞാൻ അള്ളാഹുവിന്റെ പേരിലെ സത്യം ചെയ്യൂ, അള്ളാഹുവിന്റെ പേരിലെ ഭരമേൽപ്പിക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. കാരണം ആരാധന എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ്. ആരാധനയുടെ മജ്ജ അല്ലെങ്കിൽ അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് നൽകാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഭരമേൽപ്പിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നമ്മൾ യാന്ത്രികമായി സത്യം ചെയ്യും, ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ ബദരീകളാണ് സത്യം, അമൃതത്വങ്ങളാണ് സത്യം എന്ന ആളുകൾ തമാശയായിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാ പറഞ്ഞത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അക്രമമാണ്. ആ അക്രമം ചെയ്ത ആളെ പറ്റി വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നതെന്നോ? വമൻ യുശ്രിക ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ആകാശത്ത് വീണ ഒരുത്തനെ പോലെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. ആകാശത്ത് വീണ ഒരുത്തനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ വല്ല കാറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും. പിടികിട്ടാതെ അലയുന്ന ഒരാളായി മാറും. ആകാശത്ത് അള്ളാഹുവിന്റെ പിടിവിട്ടാൽ അതാണ്. ആൾക്കാർ ജാറകളിലേക്ക് പോകും, ആൾദൈവങ്ങളുടെ അടുക്കലേക്ക് പോകും, ബീവിമാരുടെ അടുക്കലേക്ക് പോകും, കൂടോത്രങ്ങൾക്ക് പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പോയി അവരുടെ വ്യക്തിത്വവും അവരുടെ സമ്പത്തും അവരുടെ എല്ലാം നശിപ്പിക്കുന്ന നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ആരുടെയും ആശ്രയം വേണ്ടാത്തവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അത് ഹയ്യ് ഖയ്യൂം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല എന്നാണ്. ഞാൻ പറഞ്ഞു 7 സിഫത്തുകൾ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ ആയത്തുൽ കുർസിയിലുണ്ട്. 1 അള്ളാഹുവിന്റെ ഏകത്വം, 2 അള്ളാഹുവിന്റെ അസ്തിത്വം, 3 അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അറിവിനെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ആധിപത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം അടങ്ങിയ ഒരു വചനമാണ് ആയത്തുൽ കുർസി. ഓരോ നമസ്കാര ശേഷവും ഇത് പാരായണം ചെയ്താൽ അവന് സ്വർഗം ഉറപ്പാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത. ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിന്നെ അവന് മരിക്കേ വേണ്ടു സ്വർഗം ലഭിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, എത്രത്തോളം മഹത്തായ ഒരു വചനമാണ് ആയത്തുൽ കുർസി എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പള്ളികളിലൊക്കെ ആയത്തുൽ കുർസി എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തേണ്ട ഒരു വചനമാണ് ആയത്തുൽ കുർസി. അത് ഹൃദ്യസ്ഥമാക്കിയിട്ട് നമ്മൾ പഠിക്കണം, പറയണം. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി. നീ ബെഡിലേക്ക് പോകുമ്പോ, ഉറങ്ങാൻ പോകുമ്പോ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ ഫഇന്നക ലം യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. നേരം വെളുക്കുവോളം പിശാചിന്റെ ശല്യം നിനക്കുണ്ടാവില്ല, പിശാച് നിന്നിലേക്ക് അടുക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്രത്തോളം മഹത്തായ ഒരു വചനമാണ് ഈ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. 21, 23, 25, 27, 29 ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം ലഭിച്ചേക്കാവുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധൃതി കൂട്ടാൻ പാടില്ല. നാളെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. നിങ്ങൾ ധൃതി കൂട്ടാത്തിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. അല്ലാഹുവേ എന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കണേ, അല്ലാഹുവേ എന്റെ മാനസിക വിഷമങ്ങൾ നീക്കണേ, അല്ലാഹുവേ എന്റെ കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ, അല്ലാഹുവേ എന്റെ മാരകമായ രോഗങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുക. ദഅഉതു ഫലം യുസ്തജബ് ലി. മനുഷ്യൻ പറയും, ഞാൻ കുറെ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് മനുഷ്യൻ പറയും. ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കൂടിയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പാപങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാവുമ്പോൾ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓരോന്നായിട്ടായി ഇന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളാണ്. അള്ളാഹു നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ. ഒരു മനുഷ്യൻ അള്ളാഹു ഉന്നതമായ പദവി ഉദ്ദേശിച്ചു, പക്ഷേ മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ഉദ്ദേശത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ കൊടിയ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനും നിങ്ങളൊക്കെ പരീക്ഷണം ഉണ്ടാവുമ്പോൾ അള്ളാഹ് എന്നെ കൈവിട്ടു എന്നാണ് നമ്മൾ പറയുക. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സദഖ ചെയ്യുന്നു, എന്നിട്ടും അള്ളാഹു എന്നെങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? പക്ഷേ പരീക്ഷണങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഭൂമുഖത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ. അള്ളാഹുവിന് പ്രവാചകന്മാർ ഇഷ്ടമില്ലായിട്ടാണോ? അല്ല, പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളായത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളും കൂടും. അപ്പൊ ധൃതി വെക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥന നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും എന്ന പ്രത്യാശയും പ്രതീക്ഷയും വേണം പ്രാർത്ഥിക്കുമ്പോൾ. അല്ലാഹ് വേണമെങ്കിൽ തൽക്, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു എന്ന ഒരു അലസഭാവത്തിലുള്ള പ്രാർത്ഥന പാടില്ല. ഉറച്ച ബോധ്യത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീതു. എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ, നിന്റെ കാരുണ്യത്തിനായി ഞങ്ങൾ തേടുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, അല്ലെങ്കിൽ യാ അർഹമർ റാഹിമീൻ, യാ റഹ്മാൻ, യാ മന്നാൻ, യാ ഗഫൂർ, ഇങ്ങനെ എത്രയോ നാമങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ പേരുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് വിനയാന്യതരായി നമ്മൾ അടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കും. അള്ളാഹു നമ്മെ പരിഗണിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടും. അങ്ങനെയുള്ള യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അള്ളാഹു നമ്മെ ഏറ്റവും അനുഗ്രഹീതരായ ജനവിഭാഗങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി